ഹലോ മുത്തുമണികളെ, എൻ്റെ ചെറുപ്പകാലത്തിൽ നടന്ന ഒരു കഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ കുറേ ഇതുപോലുള്ള എൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ശരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷേ എന്തോ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ വീഡിയോകളുടെ തലം തന്നെ വേറൊരു ലെവലിലേക്ക് മാറുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വരാന്ത തൂക്കുന്ന സമയത്ത് നിങ്ങൾ ഈ വലതുവശത്ത് കാണുന്ന കാഴ്ച കണ്ടോ? ഇത് എൻ്റെ വീട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്ന ചെരുപ്പുകളാണ്. ഈ ചെരുപ്പുകൾ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ 8 മെമ്പേഴ്സാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ 8 മെമ്പേഴ്സിനും ഈ 2 ജോഡി ചെരുപ്പുകളുണ്ട്. ഒന്ന് സാധാ ചെരുപ്പും ഒന്ന് സ്കൂൾ ചെരുപ്പും. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് 2 ജോഡി 3 ചെരുപ്പുകളുണ്ട്. ഒന്ന് അദ്ദേഹം പണ്ട് ഉപയോഗിച്ചിരുന്ന ഷൂ, 2 ഇപ്പോൾ ഡ്യൂട്ടിക്ക് കയറിയ സമയത്ത് വളരെ വേഗം ഇടാൻ പറ്റുന്ന തരത്തിലൊരു ഷൂ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ഷൂ ഇട്ടും കൊണ്ട് അദ്ദേഹത്തിന് നടക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ചെരുപ്പ് സാധാരണ ഇങ്ങനെ ചെരുപ്പ് വാങ്ങിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് 3 ജോഡിയുണ്ട്, എൻ്റെ മോന് 3 ജോഡി ചെരുപ്പുണ്ട്, എൻ്റെ മോൾക്ക് 3 ജോഡി ചെരുപ്പുണ്ട്. അപ്പോൾ 2 ജോഡിയൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. എൻ്റെ 3 മക്കൾക്കും എൻ്റെ ഭർത്താവിനും 3 ജോഡി ചെരുപ്പുകളുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ആച്ചുപ്പന് 2 ജോഡി ചെരുപ്പുണ്ട്, ബാക്കിയുള്ള മക്കൾക്കൊക്കെ 2 ജോഡി ചെരുപ്പുണ്ട്. എനിക്ക് 2 ജോഡി ഷൂ ഉണ്ട്. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഷൂ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഷൂവിൻ്റെ കഥയൊക്കെ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെരുപ്പ് കള്ളി എന്നൊരു പേര് കിട്ടിയ ഒരു സംഭവമുണ്ട്. അതായത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്മുമ്മ താമസിക്കുന്നുണ്ട്. ഈ അമ്മുമ്മയ്ക്ക് ഒരു പലോഞ്ഞന കടയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അമ്മുമ്മയ്ക്ക് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് സമയം കിട്ടാറില്ല. അപ്പം ഇവരുടെ ഒരു മകള് തമിഴ്നാട്ടിലാണ്, പക്ഷേ അവർ ഗൾഫിൽ അവരുടെ ഭർത്താവിൻ്റെ ഒപ്പം ഗൾഫിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഇളയ മകള് ഈ അമ്മൂമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവൾ നമ്മളെ കൂട്ടുകാരിയാണ്. അന്ന് ഞങ്ങളുടെ ഒന്നും നാട്ടിൽ ഇങ്ങനെ ഇന്നത്തെ പോലെ മതിൽ കെട്ടലോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. എല്ലാ വീടുകളും ഇങ്ങനെ അടുത്തടുത്ത് തന്നെയാണ്, മതിലും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ അമ്മൂമ്മ എനിക്ക് എല്ലാ ദിവസവും കഞ്ഞി തരും, കഞ്ഞിയും രസവും. അപ്പം ഞങ്ങളെ വീടെന്ന് പറയുന്നത് ഭയങ്കര പട്ടിണിയുള്ള വീടാണ്. എൻ്റെ അമ്മയ്ക്ക് ജോലി ഉണ്ടാവില്ല. പിന്നെ അന്ന് ഈ ഗ്യാസൊന്നും അല്ല, സാധാ അടുപ്പാണ്. അപ്പോൾ അടുപ്പിലിട്ട് ചോറ് വയ്ക്കാൻ മടിച്ചിട്ടും പിന്നെ അരി വാങ്ങാനുള്ള അന്ന് ഈ റേഷൻ കടയിൽ നിന്ന് 1 രൂപയുടെ അരിയൊന്നും ഇല്ല കേട്ടോ അന്ന്. അപ്പോൾ അന്ന് ഭയങ്കര ദാരിദ്ര്യമൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ ദാരിദ്ര്യമാണ്. അപ്പോൾ എനിക്ക് ആ ഒരു പാത്രം കഞ്ഞി തന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണമായി. അപ്പം അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ജോലികൾ നമ്മൾ ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ് അല്ലേ, എനിക്ക് കഞ്ഞി തരുന്നവരല്ലേ. അപ്പോൾ അവരെന്തെങ്കിലും ഒരു ജോലി പറഞ്ഞാൽ ഞാൻ ചെയ്യണമല്ലോ. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയുന്ന ജോലി എന്ന് പറയുന്നത് അവർ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവരുടെ വീടിൻ്റെ അകം തൂത്തിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം അവരുടെ വീട്ടിൻ്റെ പറമ്പ് തൂത്തിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. അന്ന് എൻ്റെ വീട്ടിലെ ജോലിയൊക്കെ ഞാൻ തന്നെ ചെയ്യും. അപ്പോൾ എൻ്റെ വീട്ടിലെ ജോലി ഞാൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്കൊരു കെട്ട സ്വഭാവമുണ്ട്. എൻ്റെ മോൾ എൻ്റെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യും എന്നുള്ളത് എല്ലാവരുടെ അടുത്തും പറഞ്ഞുകൊണ്ട് നടക്കും. അതുകൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ, അന്ന് അവിടെ അത്രയേറെ കുട്ടികളുള്ള സ്ഥലത്തും അവരെന്നെ കൊണ്ട് ആ പറമ്പൊക്കെ തൂപ്പിക്കും. പക്ഷെ എന്നാലും കഞ്ഞി തരും കേട്ടോ, ഒരു ചെരുവം കഞ്ഞി തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തൂത്തിട്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അവരുടെ വീട് തൂക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് കുറേ ചെരുപ്പുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെയാണ് ആ ഒരു കുട്ടിയുടെ ചെരുപ്പുകൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കും. അപ്പം ഞാൻ വീട് തൂക്കുന്ന സമയത്ത് ഇതൊക്കെ മാറ്റിയിട്ട് തൂക്കാറുണ്ട്. അങ്ങനെ നമ്മളെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഇബിലീസ് ഉറങ്ങിക്കിടപ്പുണ്ട് എന്ന് പറയുന്നത് പോലെ അന്ന് ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് തോന്നുന്നേ. കാരണം ഇതെന്തുകൊണ്ട് ഞാൻ 5ാം ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത് എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം.
അപ്പം ഞാൻ ഈ വീട് തൂക്കുന്ന സമയത്ത് ആ ചെരുപ്പുകളിൽ ഒരു ചെരുപ്പ് എന്നെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു ചെരുപ്പുണ്ടായിരുന്നു. വെൽവെറ്റിൻ്റെ ഒരു ഗോൾഡൻ സ്റ്റാറൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെരുപ്പ്. അപ്പോൾ അങ്ങനെയുള്ള ചെരുപ്പുകൾ ഞാൻ കാണുന്നത് തന്നെ ഈ കുട്ടിക്കുള്ളത് ആണ് കാണുന്നത്. അപ്പോൾ അതിൽ ആ ഒരു വെൽവെറ്റിൻ്റെ ഷൂ എന്ന് പറയുന്നത്, ഒന്നാമത് ഷൂ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ആഗ്രഹം വരും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെരുപ്പില്ല, ആ സമയത്ത് എനിക്ക് ചെരുപ്പേ ഇല്ല. ഞാൻ നഗ്നപാതയായി സ്കൂളിൽ പോകുന്ന കാലഘട്ടമാണത്, 5ാം ക്ലാസ്സിൽ എന്നൊക്കെ പറയുന്നത്. ചെരുപ്പില്ലാതെ നടക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഷൂ എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷനാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലെ ഇബിലീസ് സടകുടഞ്ഞെണീറ്റു. ഈ ഒരു ഷൂ ഇട്ടുകൊണ്ട് എനിക്ക് സ്കൂളിൽ പോകണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ വല്ലാതെ അങ്ങോട്ട് കൊളുത്തി കയറാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ആ വീട്ടിൽ തൂക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ എന്താണ് ഞാൻ ചെയ്തതെന്നറിയാമോ? ഈ വെൽവെറ്റിൻ്റെ ഷൂ എടുത്തിട്ടുണ്ട് ഞാൻ സ്കൂളിൽ പോയി. അപ്പോൾ ഈ ഞാൻ ചെരുപ്പൊന്നും ഉപയോഗിക്കാത്ത ആളായതുകൊണ്ട് തന്നെ എൻ്റെ കാലെന്ന് പറയുന്നത് ഇങ്ങനെ പതിഞ്ഞിട്ടുള്ള കാലാണ്. ഷൂ ഉപയോഗിക്കുന്ന കുട്ടികളുടെ കാലെന്ന് പറയുന്നത് ഒതുങ്ങിയിട്ടായിരിക്കുമല്ലോ. അപ്പം എൻ്റെ കാലെന്ന് പറയുന്നത് ഇങ്ങനെ, എൻ്റെ കൈ ചുവന്നിരിക്കുന്ന എന്താണെന്ന് അറിയാമോ? ഇന്ന് ചുമന്ന കളറിലുള്ള ഡ്രസ്സാണ്, ഒരു ബ്ലൗസാണ് തച്ചത്. പക്ഷെ ആ ബ്ലൗസിൻ്റെ കളർ കണ്ടോ എൻ്റെ കയ്യിൽ? അപ്പോൾ എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? അങ്ങനെ എൻ്റെ ഉള്ളിൽ ഈ പിലീസ് സടകുടഞ്ഞെണീക്കുകയും ഞാൻ ഈ ഒരു ഷൂ ഇട്ടും കൊണ്ട് സ്കൂളിൽ പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിട്ട് ഇവരോട് ചോദിക്കാതെ ഈ ഒരു ഷൂ ഞാൻ ഇട്ടും കൊണ്ട് സ്കൂളിൽ പോയി. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അന്ന് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറയാനുള്ള റീസൺ എന്നറിയാമോ? 1 മുതൽ 4 വരെയുള്ള കുട്ടികളെന്ന് പറയുന്നത് ഇപ്പുറത്തെ സൈഡും 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെന്ന് പറയുന്നത് അപ്പുറത്തെ സൈഡുമാണ് സ്കൂൾ ഉള്ളത്, ക്ലാസ് റൂമുകൾ ഉള്ളത്. പക്ഷേ നമ്മൾ കഞ്ഞി കുടിക്കുന്ന സമയത്ത് നമ്മൾ ഈ 1 മുതൽ 4 വരെയുള്ള സ്കൂളിൻ്റെ അതുവഴിയാണ് നമ്മൾ പോയിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പോവേണ്ടത്. അപ്പം അന്ന് ഉച്ചയ്ക്കത്തെ ഭക്ഷണവും കൊണ്ടുപോകാനൊന്നും ഇല്ല. അന്ന് ഞാൻ സ്കൂളിലെ കഞ്ഞിയാണ് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഷൂ ഇട്ടും കൊണ്ട് ഫസ്റ്റ് ടൈമിൽ ആ ഒരു ചെരുപ്പ് ഇട്ടും കൊണ്ട് സ്കൂളിൽ പോയി. അന്ന് തന്നെ ആ കുട്ടി അത് കാണുകയും ചെയ്തു. അത് കാണും പെട്ടെന്ന് അട്രാക്ഷൻ, പെട്ടെന്ന് അത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഒരു കൂതറ യൂണിഫോമും ഇട്ടിട്ട് അടിപൊളി ഒരു ഷൂ ഇട്ടും കൊണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയായാലും ആ കാലിലുള്ള ഷൂ ശ്രദ്ധിക്കൂലേ? ഇവള് മുകളിൽ നിന്നിട്ട് കണ്ടെന്നേ. അങ്ങനെ ഞാൻ തിരിച്ചു വരുമ്പോൾ അപ്പോൾ അവളവിടെ നിന്ന് കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആകെ പേടിച്ച് വരണ്ട് കേട്ടാ, കാരണം അവർ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ എനിക്ക് ആകെ ഭയങ്കര പേടിയായിപ്പോയി. തിരിച്ച് ഞാൻ വീട്ടിലോട്ട് എത്തുമ്പോഴത്തേക്ക്, അതായത് വീട്ടിൽ എത്താറാകുമ്പോൾ, അന്ന് ഞാൻ കവറിലാണ് ബാഗൊക്കെ, ബുക്ക് കവറിലിട്ടിട്ടാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത്, ബാഗും ഇല്ല. അപ്പോൾ ഈ ചെരുപ്പ് ഊരി ഈ കവറിലിട്ടുണ്ട് ഒളിച്ചു കൊണ്ടുവന്ന് ആ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി വേഗം ഓടി വരുമ്പോൾ ഈ കൊച്ചിൻ്റെ അമ്മുമ്മയും പുറത്ത് നിൽപ്പുണ്ട്. നിൻ്റെ കവർ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കവർ നോക്കുമ്പോൾ ഈ ഷൂ അതിൻ്റെ അകത്തുണ്ട്. നിനക്ക് ചോദിച്ചിട്ട് ഇട്ടുകൊണ്ട് പൊക്കൂടായിരുന്ന, നീ എന്തിനെ അത് ചോദിക്കാതെ എടുത്തോണ്ട് പോയി എന്ന് അമ്മുമ്മ ചോദിച്ച്. അമ്മുമ്മ എന്നെ വഴക്കൊന്നും പറഞ്ഞില്ല കേട്ടോ. പക്ഷെ എൻ്റെ അമ്മ അന്ന് പൊതീരെ തല്ലി. എന്തിനാണ് ചോദിക്കാതെ അന്യൻ്റെ വക എടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചും കൊണ്ട് പൊതീരെ തല്ലി. അന്ന് എൻ്റെ അമ്മ തല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചെറിയ കമ്പ് കൊണ്ടൊന്നും തല്ലലല്ല. അന്ന് എൻ്റെ വീട്ടിൽ പുളിമരമുണ്ട്. അപ്പോൾ ഒരു പുളിയുടെ കമ്പ് വെട്ടിയിട്ടും അല്ല അടിക്കുന്നത്. അന്ന് ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് ഈ പിന്നെ ഓലയൊക്കെ വെച്ചിട്ട് കെട്ടുന്ന വീടാണ്. അപ്പം ഈ ഓരോ വർഷവും ഓല മേയുന്ന സമയത്ത് ഈ പൊട്ടിപ്പൊടിഞ്ഞ വരിച്ചിലൊക്കെ എടുത്ത് മാറ്റി വേറെ വരിച്ചിൽ വെച്ച് കെട്ടിയിട്ടാണ് പുതിയ
ഓലകൾ വെച്ച് കെട്ടുന്നത്. അപ്പോൾ ഇതിൽ വേസ്റ്റ് വരുന്ന വരിച്ചിലുകളൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ടെടുത്ത് മാറ്റി വയ്ക്കും. ഈ കത്തിക്കാൻ മാറ്റി വെച്ച വരിച്ചിൽ കൊണ്ടായിരുന്നു അന്ന് പൊതീരെ തെല്ല് കിട്ടിയത്. അപ്പോൾ ഈ ചെരുപ്പിൻ്റെ കഥ പറയുമ്പോൾ എനിക്ക് ഈ ഒരു കഥ എനിക്ക് എപ്പോഴും ഓർമ്മ വരും കേട്ടോ. പക്ഷെ പിന്നീട് കുറേ കാലങ്ങൾ കഴിഞ്ഞ് അന്ന് എനിക്ക് അത് ആ ചെരുപ്പെന്ന് പറയുന്നത് ചെരുപ്പായതുകൊണ്ടല്ല, അത് ഷൂ ആയതുകൊണ്ടായിരുന്നു എനിക്കത് ഇടണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നതും. അതിട്ടുകൊണ്ട് എവിടെയെങ്കിലും പോകണമല്ലോ, വേറെ എവിടെ പോവാൻ, സ്കൂളിലല്ലാതെ. അങ്ങനെയാണ് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോയതും അവിടെ വെച്ചത് പിടിക്കപ്പെട്ടതും. പിന്നീട് കുറേ നാൾ എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ അനിയത്തിയും ഒക്കെ കൂടി എന്നെ വിളിക്കുക ചെരുപ്പ് കള്ളി ചെരുപ്പ് കള്ളി ചെരുപ്പ് കള്ളി എന്ന് വിളിക്കാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഭർത്താവിന് തന്നെ മനസ്സിലായി ഇവളുടെ കാലെന്ന് പറയുന്നത് ഒരു കാശിനും കൊള്ളൂല്ലാത്തൊരു കാലാണ്, ഈ കാല് പുറത്താരും കാണണ്ട, അതുകൊണ്ട് ഇവള് ഷൂ ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ കാലം മുതൽ എനിക്ക് ഷൂ ആണ് വാങ്ങി തരാറ്. അതും നല്ല അടിപൊളി ഷൂസാണ് എനിക്ക് വാങ്ങിച്ച് തരുന്നത്, എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ച് തരുന്നത്. അപ്പം അന്ന് എൻ്റെ ചെറുപ്പകാലത്ത് ഞാനൊരു ഷൂ ഇടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. ഇന്ന് എനിക്കൊരുപാട് ഷൂകൾ, ഞാൻ എത്ര വെൽവെറ്റിൻ്റെയൊക്കെ ഷൂ ആണ് ഇട്ട് തീർത്ത് കളഞ്ഞിട്ടുള്ളതെന്നറിയാമോ. ഇനി ഇതിനേക്കാളും ഒക്കെ വിശേഷം എന്ന് പറയുന്നത് അന്നത്തെ ചെരുപ്പ് കള്ളിയായ എൻ്റെ 5 മക്കൾക്കും ഇഷ്ടം പോലെ ചെരുപ്പുകളുണ്ട് എന്നുള്ളതാണ്. പിന്നെ എൻ്റെ മക്കൾക്ക് ചെരുപ്പില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വേഗം ചെരുപ്പ് വാങ്ങിക്കും. അതെന്തോ ഞാൻ വാങ്ങിക്കും, എനിക്ക് ചെരുപ്പ് വാങ്ങിച്ച് ഞാൻ കൊടുക്കും. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് വയ്യാതായതിൻ്റെ ആ ഒരു കാലത്ത് എൻ്റെ മൂത്ത മോള് അവളുടെ ചെരുപ്പ് പൊട്ടിപ്പോയിട്ടും എൻ്റെ അടുത്ത് പറയില്ലായിരുന്നു. അതിനെ ഇങ്ങനെ പിന്നുകുത്തി ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു. അത് പിന്നീട് ഒരിക്കൽ ഞാൻ എൻ്റെ വീട് തൂക്കുന്ന സമയത്താണ് കണ്ടെത്തുന്നത്, ഇവളുടെ ചെരുപ്പ് പൊട്ടിയിട്ട് അതിൽ പിന്നുകുത്തി വെച്ചിരിക്കുന്നു എന്നുള്ളത് ഞാൻ കാണുന്നത്. അന്ന് എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിച്ചിട്ടുണ്ട്. അതായത് പിന്നീട് ആ ഒരു സംഭവത്തിന് ശേഷം എൻ്റെ അമ്മ എനിക്ക് ചെരുപ്പ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈ മറ്റേ ഇപ്പോഴൊക്കെ നമ്മളൊക്കെ ഇടുന്ന പോലത്തെ ചെരുപ്പുകളല്ല, ലൂണാറിൻ്റെ ചെരുപ്പാണ്. ഈ ചെരുപ്പ് തന്നെ നല്ലോണം തേഞ്ഞ് അതിൻ്റെ ബെൽറ്റൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ, ഇത് പൊട്ടിയാലും പിന്നെ വാങ്ങിച്ചു തരൂല. അത് കാരണം ഇത് തേഞ്ഞ് അത് പൊട്ടിക്കഴിയുമ്പോൾ അതിൽ നമ്മൾ പിന്നു കുത്തി വെച്ചിട്ട് ഇട്ടുകൊണ്ട് നടക്കാറുണ്ട്. ആ സമയത്ത് കാലിൻ്റെ സൈഡ് പൊട്ടാറുണ്ട്. അപ്പോൾ ആ രംഗം ഇങ്ങനെ ഞാൻ മനസ്സിലാലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഓടി വന്നു. അപ്പോൾ ആ സമയം എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മോള് ഇത്ര ബുദ്ധിമുട്ടിയിട്ട് അത് പിന്നു കുത്തി വെച്ചിട്ട് നടന്നിട്ടും എന്തേ എന്നോട് പറഞ്ഞില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അവൾക്കത് വാങ്ങിച്ചു കൊടുത്തു. ഞാൻ ചോദിച്ചു, എന്തിനു മോളെ നീ അത് പിന്നു കുത്തിയിട്ടിട്ട് നടക്കുന്നത്, അത് എന്തുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പം, ഉമ്മച്ചി വിഷമിക്കണ്ട, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടല്ലോ, അപ്പോൾ ഉമ്മച്ചി വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇട്ടുകൊണ്ട് നടന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം പിന്നീട് ഞാനിങ്ങനെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. ഒരു ചെരുപ്പ് തേയുമ്പോൾ തന്നെ അടുത്ത ചെരുപ്പ് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ചെരുപ്പിൻ്റെ കലവറ തന്നെ എൻ്റെ വീട്ടിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നി.